ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ പ്രകാശന് ഓരോ ടെൻഷൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഈശ്വര, എങ്ങനെയെങ്കിലും മരുമോൾ ഈ വീടൊന്ന് മാറിയാൽ മതിയായിരുന്നു. അമ്മേ, ഈ വീട് മാറിയാലും മാറിയില്ലെങ്കിലും ഇവിടുത്തെ അധികാരമൊക്കെ നമ്മളങ്ങ് ഏറ്റെടുക്കണം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മോൻ പറഞ്ഞത് നേരാ. എന്തായാലും അത് നമുക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം മോനെ, ദേ ഇവിടെ നിന്ന് പോകാൻ പറ്റിയില്ലെങ്കിലും ഈ വീട് മാറി താമസിച്ചില്ലെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ കടിച്ചു പിടിച്ചൊക്കെ നിൽക്കണം. കാരണം ഇനി നമുക്ക് കയറിപ്പോകാൻ ഒരിടമില്ല. രതീഷിൻ്റെ വീട്ടിൽ പോയാൽ അവൻ നമ്മളെ വീട്ടിൽ കയറ്റത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെനിക്കറിയാമല്ലോ അമ്മേ. ഇനിയിപ്പോൾ രതീഷിൻ്റെ വീട്ടിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഒരു വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാമെന്ന് വെച്ചാൽ അമ്മയ്ക്കും പണിയെടുക്കാൻ ആരോഗ്യമില്ല, എനിക്കും പണിക്ക് പോകാൻ വയ്യ. എന്തായാലും ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടിമുട്ടിയും പോകാം. പിന്നെ മരുമോളുടെ കാര്യം, അവളെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് കയ്യിലെടുക്കാം. അമ്മ ഇപ്പോൾ ഈ ചരട് കെട്ടിയിട്ടുണ്ടല്ലോ. എന്തായാലും ഇനിയിപ്പോൾ അത്ര പെട്ടെന്നൊന്നും അമ്മ പേടിക്കൊന്നുമില്ല. എന്തായാലും അമ്മ ധൈര്യമായിട്ടിരിക്കും. ശരി മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇരിക്കുക. മോനെ, നീ വേറെ മുറിയിൽ പോയി കിടക്കണ്ട, ഇവിടെ തന്നെ കിടന്നോ. അമ്മയ്ക്ക് എന്നാലും ഒരു ധൈര്യക്കുറവ്. അമ്മ ഇങ്ങനെ പേടിച്ചാൽ എൻ്റെ സമാധാനം ഇല്ലാണ്ടാവും. അയ്യോ, അതുകൊണ്ടല്ല മോനെ, അമ്മയ്ക്ക് പേടിയായിട്ടല്ലേ. പിന്നെ മോനിവിടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്കൊരു ധൈര്യമുണ്ട്, അതുകൊണ്ടാണ്. ശരി അമ്മ കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. ഈ സമയം രൂപയെയും സരയുനെയും ശാരിയെയും രാഹുലിനെയും മനോഹരനെയും ഒക്കെയാണ് കാണിക്കുന്നത്. അവരെല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായി രൂപേ, ഇനി ഇങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് സ്വത്തുക്കളൊക്കെ വിറ്റ് നമുക്ക് അമേരിക്കയ്ക്കോ മറ്റോ പോകാൻ നോക്കാം. അത് കേട്ടതും എൻ്റെ ഏട്ടൻ വിഷമിക്കേണ്ട. എന്തായാലും സ്വത്തുക്കളിലൊരു തീരുമാനമാവും. എപ്പോൾ തീരുമാനമാവാൻ ആൻറ്റി? എത്രയും പെട്ടെന്ന് എനിക്ക് മനുവേട്ടനോടൊപ്പം അമേരിക്കയ്ക്ക് പോകാനുള്ളതാ. ഇങ്ങനെ ആയിപ്പോയാൽ എനിക്ക് വല്ലാത്ത സങ്കടമാണ് കേട്ടോ എന്നും സരി പറയുക. ഇത് കേട്ടത് രൂപ, മോളെ വിഷമിക്കേണ്ട. ടൗണിലുള്ള നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതെ, ആ പ്രോപ്പർട്ടി 6 കോടി രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ട്. സത്യമാണോ ആൻറ്റി? സത്യമായിട്ടും. എന്നാലും ആൻറ്റിക്ക് എന്നോട് എന്തൊരു സ്നേഹ. എനിക്ക് വേണ്ടിയാണല്ലോ ആൻറ്റി ഇങ്ങനെയൊക്കെ ചെയ്തത്. പിന്നല്ലാതെ ഞാൻ ഇത്രയും നാളും ജീവിച്ചത് ആർക്ക് വേണ്ടിയാ? എനിക്ക് 2 മക്കളുണ്ട്. അവരൊന്നും ഒന്നിനും കൊള്ളില്ല. പക്ഷെ ഇപ്പോഴും എന്നെ സ്നേഹിച്ച് എൻ്റെ ഒപ്പം വന്ന് നിൽക്കുന്ന മോളാ സരയുമോള്. അങ്ങനെയുള്ളപ്പോൾ സരയുമോൾക്ക് വേണ്ടി എനിക്ക് ഇതെങ്കിലും ചെയ്യണ്ടേ? ആ സ്വത്ത് മാത്രമല്ല, ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ വീടും പറമ്പും ഒക്കെ നിനക്കുള്ളതാ. എല്ലാം നിനക്ക് വേണ്ടി മാത്രം കരുതി വെച്ചിരിക്കുന്നതാ എന്നൊക്കെ പറയുവാണ്. അത് കേട്ടത് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. ഏട്ടാ, അറിയാലോ 6 കോടിക്ക് കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത്. അതിന് മുകളിലേക്ക് കിട്ടില്ല എന്ന് അയാൾ പറയുന്നത് 2-3 പേരോട് അന്വേഷിച്ചു. അപ്പോൾ എല്ലാവരും 6 കോടിൻ്റെ താഴെയാണ് പറഞ്ഞത്. ഇയാൾ മാത്രം 6 കോടിക്ക് കച്ചവടം ഉറപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. എന്തായാലും 6 കോടി കിട്ടിയ ലാഭമല്ലേ ഏട്ടാ? ലാഭം രൂപേ. പിന്നെ കുറച്ചും കൂടെ കൂട്ടി കിട്ടിയിരുന്നെങ്കിൽ നോക്കായിരുന്നു, അല്ലെങ്കിൽ വേണ്ട. ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കണ്ട, ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചേരെ. പിന്നെ നാളെ അഡ്വാൻസ് തരാൻ അയാൾ വരും. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവണം, അഡ്വാൻസ് മേടിക്കാം കേട്ടോ. പിന്നെ അല്ലാതെ ഞങ്ങളും ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ രൂപ എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ്. രൂപ അങ്ങ് പോയി കഴിഞ്ഞതും ശാരി സരയുനോട്, മോളെ കേട്ടോ, 6 കോടി രൂപയാണ് അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നത്. ഇനി മോളെ എന്താ ചെയ്യാൻ പോകുന്നേ? എന്ത് ചെയ്യാൻ? 6 കോടി രൂപയും കൊണ്ട് ഞാനും എൻ്റെ മനുവേട്ടനും അമേരിക്കയ്ക്ക് പറക്കാൻ പോവുക. അത് കേട്ടതും, പിന്നെ അമേരിക്കയ്ക്ക് പറക്കാൻ പോകുന്നു? സരയു, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ അമേരിക്കയ്ക്കും പോകണ്ട, ജപ്പാനിലേക്കും പോകണ്ട. അതെന്താ ചാച്ചന അങ്ങനെ പറഞ്ഞേ? ഇവിടെ താമസിച്ചാൽ മതി. എനിക്ക് നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഇഷ്ടം. അത് കേട്ടതും, അത് അച്ഛൻ പറയുന്നത് ശരിയല്ലല്ലോ. ഞാനും എൻ്റെ മനുവേട്ടനും എവിടെയൊക്കെ പോവുമെങ്കിലും അച്ഛനെന്തിനത് തടസ്സം പറയുന്നേ? ഞങ്ങൾ ഇഷ്ടമുള്ളിടത്ത് പോകും, എവിടെ വേണേലും കറങ്ങും. അതിന് അച്ഛനെതിരെ നിൽക്കണ്ട എന്നും സരയു പറയുക. അത് കേട്ടതും, അതേടി, നീ എനിക്കിപ്പോൾ എന്നെ ആവശ്യമില്ലല്ലോ. ഇത്രയും നാളും ഞാൻ ഓരോന്ന് ചെയ്തതും സഹിച്ചതും പിടിച്ചതും രൂപയുടെ സ്വത്തിന് വേണ്ടി അവരെ തമ്മിൽ അകറ്റിയതൊക്കെ നിനക്ക് വേണ്ടിയാ. എന്നിട്ടും ഇപ്പം നീ ഞാൻ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. നിനക്ക് വലുത് നിൻ്റെ മനുവേട്ടനല്ലേ? എൻ്റെ അച്ഛൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനുവേട്ടന് എനിക്ക് വലുത് തന്നെയാണ്, അച്ഛനും എനിക്ക് വലുത് തന്നെയാണ്. പക്ഷെ മനുവേട്ടനെ മറന്നിട്ടുള്ള ഒരു കളിയും ഇല്ല അച്ഛാ എന്നും സരയു പറയുക. ഇത് കേട്ടതും, അച്ഛാ എന്തിനാ അച്ഛാ? ഞാൻ അച്ഛനോട് എന്ത് തെറ്റാ ചെയ്ത്? അച്ഛനെന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? സാരില്ല. എന്തായാലും അച്ഛനെന്നോട് ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛൻ്റെ അസുഖം, അതുകൊണ്ടല്ലേ. സാരില്ല അച്ഛാ എന്നൊക്കെ പറയുക. ഇയാളെ അങ്ങനെ വിട്ടാൽ പറ്റില്ല മോനെ. ഇയാൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. മോനോട് ഇത്രയും കലി കാണിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ രൂപയുടെ സ്വത്തുക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മോന് തരാതിരിക്കാൻ വേണ്ടിയാണോന്നും എനിക്കറിയില്ല. ശാരി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം, സ്വത്തുക്കളൊക്കെ ഞാൻ തട്ടിയെടുത്തത് മുഴുവനും എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. അങ്ങനെയുള്ളപ്പോൾ അത് അവളുടെ ഭർത്താവും അവളും അനുഭവിക്കേണ്ടതാണ്. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും.
എന്ത് ദുഃഖം? മനുവേട്ടനെ പോലൊരു ഭർത്താവ് എൻ്റെ ഒപ്പം ഉള്ളപ്പോൾ ഞാൻ എന്തിനാച്ചാ ദുഃഖിക്കുന്നേ? എന്തായാലും നീ ഇപ്പം അറിയില്ല മോളെ, പിന്നീട് വൈകാതെ നീ അറിഞ്ഞോളും എന്നൊക്കെ പറഞ്ഞ് രാഹുൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. രാഹുൽ പോയി കഴിഞ്ഞതും സരയു, എന്താ അമ്മ ഇതൊക്കെ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ എന്ത് ദുഃഖിക്കുമെന്ന് അച്ഛനീ പറയുന്നേ? എൻ്റെ മനുവേട്ടൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ ദുഃഖിക്കുന്നേ? അത് കേട്ടത് മനോഹർ മനസ്സിൽ പറയുക, എടി ഞാൻ നിൻ്റെ കൂടെ ഉള്ളത് തന്നെയാടി. അങ്ങേരുടെ ദുഃഖവും നിൻ്റെ ദുഃഖവും. കുറച്ച് കഴിയുമ്പോൾ സ്വത്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാനങ്ങ് പോകും. ഞാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീ ഒറ്റപ്പെടും. അതോർക്കുമ്പോഴാണ് അങ്ങേർക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം. സാരമില്ല, നല്ലൊരു പയ്യനെ നോക്കി നിന്നെ കല്യാണം കഴിപ്പിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും ആൻറ്റി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ 6 കോടി രൂപയിൽ നിന്ന് 3 കോടി തട്ടിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം മനോഹർ അങ്ങനെ ഇരിക്കുന്നുണ്ട് സരയു, എന്താ മനുവേട്ടന് ഫീൽ ചെയ്തോ? പിന്നെ ഫീൽ ചെയ്യാതിരിക്കുമോ മോളു? ഞാൻ എൻ്റെ മോളുവിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ടും എനിക്ക് മോളുവിനോട് സ്നേഹമില്ല എന്നാണ് മോളുവിൻ്റെ അച്ഛൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട്. സാരമില്ല മനുവേട്ട, അച്ഛൻ അസുഖം കൊണ്ടല്ലേ. എന്തായാലും എൻ്റെ മനുവേട്ടനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും എനിക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല മനുവേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയു ഇങ്ങനെ ആശ്വസിപ്പിക്കണം. എന്നാൽ ശരി സരയു, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് മനോഹർ എഴുന്നേറ്റ് അങ്ങ് പോയി. ഈ സമയം മനോഹർ പോയി കഴിഞ്ഞതും, എന്താ അമ്മ അച്ഛനെങ്ങനെ? എങ്ങനെയെങ്കിലും അച്ഛനോടൊന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. എനിക്കിത് വല്ലാത്ത സങ്കടമുള്ള കാര്യം അമ്മേ. അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനുവേട്ടൻ്റെ മനസ്സ് എന്തുമാത്രം വേദനിക്കുമെന്നറിയോ? എനിക്കറിയാം മോളെ, എന്ത് ചെയ്യാനാ? മോളുടെ അച്ഛനോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഏത് നേരവും വൈരാഗ്യം പകരവും വീട്ടാനും വേണ്ടി ഇങ്ങനെ നടക്കുമല്ലേ? മനുമോനോട് എന്ത് ദേഷ്യമാണ് അങ്ങേർക്കുള്ളതെന്ന് എനിക്ക് ഇതുവരെയായിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. സാരമില്ല, അങ്ങേരെ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാന്ന് മനുമോൻ അറിയാലോ. അതുകൊണ്ട് ഭാഗ്യം, വേറെ ഏതെങ്കിലും മരുമക്കളായിരുന്നെങ്കിലേ ഇന്നേരം ഇട്ടേച്ച് പോയാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയും ദേഷ്യപ്പെടുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന രാഹുലിനെയാണ്. രാഹുൽ അവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനോഹർ അങ്ങ് ചെല്ലുക, അമ്മയച്ചാ എന്ന് വിളിച്ചുകൊണ്ട്, എന്താടാ നിൻ്റെ ഉദ്ദേശം? എൻ്റെ മോളെ കൊണ്ട് നീ അമേരിക്കയ്ക്ക് പോകുക എന്ന് പറഞ്ഞ് എങ്ങോട്ടാടാ പോകാൻ പോകുന്നത്? അയ്യോ, ഞാനൊരു വാക്ക് പറഞ്ഞതല്ല അമ്മയച്ച, അങ്ങനെയൊന്നും ഞാൻ പോകത്തില്ല. അവളെയും കൊണ്ട് അമേരിക്കയ്ക്കോ ജപ്പാനിലേക്കോ ഞാനെന്തിനാ പോകുന്നത്? അമ്മയച്ചൻ എനിക്ക് 3 കോടി തരുമല്ലോ. ആ 3 കോടി കിട്ടിയാൽ ഞാൻ സന്തോഷമായിട്ട് ഇവിടുന്ന് പോയിക്കോളാം. അത് കേട്ടത് 3 കോടിയോ? ഏത് 3 കോടി? മറന്നുപോയോ? ആൻറ്റിയുടെ സ്വത്തിൽ കിട്ടുന്ന പാതി എനിക്ക് തരുമെന്നല്ല അമ്മായിയച്ഛൻ പറഞ്ഞത്. 6 കോടി രൂപ ആ പ്രോപ്പർട്ടിക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ 3 കോടി എനിക്കുള്ളതല്ലേ. അത് കേട്ടത്, മനോഹർ അനാവശ്യം പറയരുത്, 3 കോടിയൊന്നും നിനക്ക് തരാൻ പറ്റില്ല. എന്നാലേ നിങ്ങളുടെ മോളെ ഒഴിഞ്ഞു പോകാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. എടാ നീ എന്താടാ ഇങ്ങനെ? 3 കോടി ഞാൻ നിനക്ക് തന്ന രൂപയും മറ്റുള്ളവരൊക്കെ കാശ് എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അതൊക്കെ അമ്മായിയച്ഛൻ്റെ അടുത്ത് പല അടവുകളും ഉണ്ടെന്ന് എനിക്കറിയാം. എന്തെങ്കിലും ഒന്ന് എടുത്ത് തട്ടിയാൽ മതി, എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അമ്മായിയച്ഛൻ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല. പിന്നെ അറിയാലോ, സരയുവിൻ്റെ വയറ്റിലുള്ള കുഞ്ഞ്, ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും സരയു പ്രസവിക്കാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് കാശ് കിട്ടിയാലേ പറ്റൂ. ഇനിയിപ്പം 3 കോടി കുറയ്ക്കാനൊന്നും ഞാൻ പോകുന്നില്ല, കൂട്ടിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുക. ഈ സമയം ഇത് വലിയ ശല്യമായല്ലോ. ഇവനാണെങ്കിൽ പൈസ വേണമെന്നും പറഞ്ഞ് നടക്കുക. ഞാൻ എന്ത് ചെയ്യും? എവിടെ പോയി പൈസ ഉണ്ടാക്കും? രൂപയുടെ 6 കോടിയിൽ നിന്ന് 3 കോടി ഇവന് കൊടുക്കാനാണോ ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടത്? ഈശ്വര, വല്ലാത്തൊരു പ്രതിസന്ധിയിലായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുക. ഈ സമയം രൂപ CS-നെ ഫോൺ വിളിക്കുകയാണ്. ചന്ദ്രേട്ടാ, പറ രൂപേ. ചന്ദ്രേട്ട അമ്പലത്തിൽ വന്നിട്ട് നമ്മൾ തമ്മിൽ കാണാൻ പറ്റില്ല അല്ലേ? എന്ത് ചെയ്യാനാടോ? നമ്മൾ എവിടേക്കെങ്കിലും പോകണമെന്ന് വിചാരിച്ചാൽ അപ്പോഴേക്കും വരുമല്ലോ തൻ്റെ ആങ്ങളെയും അവൻ്റെ മോളും പിന്നെ ഭാര്യയും. അത് ശരിയാ ചന്ദ്രേട്ട, എനിക്ക് വല്ലാത്ത സങ്കടമായി. പലത് പറഞ്ഞു യാമിനെ ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല. പോകണ്ടേ? പോയാലല്ലേ മനുഷ്യന് സമാധാനം ഉണ്ടാവും. പോകാതിരിക്കുമ്പോൾ മനുഷ്യന് വല്ലാത്തൊരു സങ്കടമോ ചന്ദ്രേട്ട. സാരില്ല, എന്തായാലും എല്ലാത്തിനും ഒഴിപ്പിക്കാനുള്ള പണിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ടൗണിലുള്ള എൻ്റെ പ്രോപ്പർട്ടി വിറ്റ 6 കോടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിൽക്കാനുള്ള ഒരാൾ വന്നിട്ടുമുണ്ട്. നാളെ അഡ്വാൻസും കൊണ്ട് വരുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്യണേ ചന്ദ്രേട്ട. ചന്ദ്രേട്ടൻ ആ ഐഡിയ പറഞ്ഞു തന്നോണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് അത് പറഞ്ഞത്. എന്തായാലും ചന്ദ്രേട്ടൻ അത് ഓക്കെ അല്ലേ? ഓക്കെ രൂപേ, താൻ വിഷമിക്കൊന്നും വേണ്ട. താൻ ഈ നമ്പർ അവിടെ ഇറക്കിയല്ലോ. 6 കോടി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു അവൻ്റെ മുഖഭാവം? അത് പിന്നെ പ്രത്യേകം പറയണോ? ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛനും മോൾക്കും ഭാര്യയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. എന്തായാലും ഞാൻ തകർക്കും.
നീ നോക്കിക്കോ രൂപേ, നാളെ അവിടെ ഒരു വക്കീൽ നോട്ടീസ് എത്തും. അഡ്വാൻസ് കൊടുക്കുന്ന സമയത്ത് ആ വക്കീൽ നോട്ടീസ് രൂപ കൈപ്പറ്റണം. മനസ്സിലായല്ലോ? ശരി ചന്ദ്രേട്ട, എല്ലാം ചന്ദ്രേട്ടൻ പറയുന്നത് പോലെ. എന്തായാലും താൻ കാത്തിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ CS നേരെ കിരണിൻ്റെയും സോണിയുടെയൊക്കെ അടുത്തേക്ക് പോവുക. അവിടെ ചെന്നപ്പോൾ അവരെല്ലാവരും കൂടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം മക്കളെ, നിങ്ങളോട് എനിക്ക് തനിച്ചൊന്ന് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയണം. ഈ സമയം എല്ലാവരും അങ്ങോട്ട് പോവുക. അപ്പോഴേക്കും വട്ടത്തിലിരുന്നു. അപ്പോൾ കിരണിനും കല്യാണിക്കും നല്ല ടെൻഷൻ. എന്താച്ചാ, എന്തു പറ്റി? എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താച്ചാ, എന്താണെങ്കിലും പറഞ്ഞോ, അച്ഛൻ പറയുന്നതല്ലേ ഞങ്ങൾ കേൾക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പറയുക. അത് കേട്ടത് മക്കളെ, ഇനി നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. രാഹുൽ എന്ന് പറയുന്ന കാലൻ നിങ്ങളുടെ അമ്മയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണ് നമ്മളെല്ലാവരെയും തമ്മിൽ അകറ്റിയത്. അത് ഞങ്ങൾക്ക് അറിയാലോ അച്ഛാ, അവനെല്ലാം കൊണ്ടുപോയിക്കോട്ടെ, പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കിട്ടിയാൽ മതി. എടാ, അങ്ങനെ അവനത് വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. നിങ്ങളുടെ അമ്മയുടെ സ്വത്ത് നിങ്ങളുടെ അമ്മയുടെ കഷ്ടപ്പാടാ, നിങ്ങളുടെ അമ്മയുടെ വേർപ്പാ. അങ്ങനെയുള്ളപ്പോൾ ആ സ്വത്തുക്കളൊക്കെ ആ കാലമാടിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്കത് വേണ്ടെങ്കിലും നിങ്ങൾ ആ സ്വത്ത് അമ്മയുടെ കൈവിട്ട് പോകാതിരിക്കാൻ അമ്മയെ സഹായിച്ചേ പറ്റൂ. ഞങ്ങൾ എന്ത് ചെയ്യാനാച്ചാ? ഞങ്ങൾ എന്ത് ചെയ്താലും അമ്മയ്ക്കത് ദേഷ്യമാണ്. ഇല്ലടാ മക്കളെ, നിങ്ങളുടെ അമ്മ അതിൽ ദേഷ്യപ്പെടില്ല, സന്തോഷിക്കത്തേ ഉള്ളൂ. എന്തായാലും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം. എന്താച്ചാ, അച്ഛൻ എന്താ പറയാൻ പോകുന്നേ? അത് ഞാൻ എൻ്റെ കൂട്ടുകാരിൽ നിന്നും ഒരു സത്യം അറിഞ്ഞു. എന്താച്ചാ, രൂപയുടെ ടൗണിലുള്ള പ്രോപ്പർട്ടി 6 കോടിക്ക് വിൽക്കാൻ പോവാന്ന്. ആ 6 കോടി സരയുനും രാഹുലിൻ്റെയും അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുമെന്ന്. അത് നടക്കാൻ പാടില്ല മോനെ. അത് കേട്ടത് കിരണും കല്യാണം ഞെട്ടി. എന്നിട്ട് ഇങ്ങനൊരു കാര്യം അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ. മോളോട് പറഞ്ഞ മോള് വിഷമിക്കുമെന്ന് കരുതിയിട്ടായിരിക്കും പറയാതിരുന്നത്. വേറെ വഴിയില്ലാത്തതുകൊണ്ടായിരിക്കും രൂപ അങ്ങനെ ചെയ്തത്. പക്ഷേ അയാളുടെ മനസ്സിൽ നല്ല വിഷമം ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ സംഭവിച്ചാലും ആ സ്വത്ത് വിൽക്കാനും പാടില്ല, അതിലെ പണം അവൻ്റെ കയ്യിൽ ചെന്ന് ചേരാനും പാടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ ഒരു വക്കീൽ നോട്ടീസ് അയക്കണം. വക്കീൽ നോട്ടീസോ? അതെങ്ങനെ പറ്റും? നമുക്കത് ചെയ്യാൻ പറ്റുമല്ലോ. എനിക്ക് പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് പറ്റും. ഞങ്ങൾക്കോ? എനിക്കും കല്യാണിക്കോ? നിനക്കും കല്യാണിക്കോ അല്ല, നിനക്കും സോണിക്കും പറ്റും. അതെന്താ അച്ഛനെ ഉദ്ദേശിച്ചേ? അത് പിന്നെ സോണിയും നീയും രൂപയുടെ മക്കളാ, ഞങ്ങളുടെ മക്കള്. അങ്ങനെയുള്ളപ്പോൾ അമ്മയുടെ സ്വത്തിൽ മക്കൾക്ക് അവകാശമുണ്ട്. അത് മക്കളറിയാതെ വിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേ ഓർഡർ. അത് കേട്ടത് കല്യാണി, ഇത് നല്ല ഐഡിയ കിരണേട്ടാ, എനിക്കിത് നേരത്തെ തോന്നിയായിരുന്നു. പിന്നെ കിരണേട്ടൻ ആഗ്രഹിക്കാത്ത സ്വത്ത് എന്തിനാ ഞാൻ വെറുതെ വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നതെന്ന് കരുതിയിട്ടാ അങ്ങനെ ചെയ്യാനത്. സ്വത്തുക്കൾ അമ്മയുടെ കൈവിട്ട് പോകാതിരിക്കാനുള്ള പറ്റിയ പണിയായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി. അപ്പോൾ കിരൺ, നടക്കും അച്ഛാ, നടക്കും മക്കളെ, നിങ്ങളിത് ചെയ്താൽ മാത്രമേ രൂപയുടെ സ്വത്തുക്കൾ രൂപയുടെ കൈവിട്ട് പോകാതിരിക്കൂ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് CS ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും കല്യാണിയോട് കിരൺ പതുക്കെ പറയുക, അതേ കാരണവർക്ക് ഭാര്യയോടുള്ള സ്നേഹം കണ്ടോ? ആ സ്വത്തുക്കൾ വിറ്റ് 6 കോടി രൂപ ആ രാഹുലിന് കൊടുക്കണമെന്ന് അമ്മ അച്ഛനോട് പറഞ്ഞു കാണും. ചിലപ്പോൾ അച്ഛനായിരിക്കും അമ്മയ്ക്ക് ഇങ്ങനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തത്. എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറയാം. എന്താടാ മക്കളെ പിറുപിറുക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം അങ്ങ് ചെയ്തു തരും. ശരി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഓക്കെ ഒക്കെ പറയുക. ഈ സമയം രൂപയും നമ്മുടെ രാഹുലും സരയും ഷാരിയും മനോഹരമൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വക്കീൽ വരുന്നുണ്ട് സ്വത്തുക്കളൊക്കെ ഭാഗം വയ്ക്കുന്ന കാര്യം സംസാരിക്കാനായിട്ട്. അപ്പോഴേക്കും വക്കീൽ വന്നപ്പോൾ വക്കീൽ ഇങ്ങനെ ഒപ്പിടാൻ വേണ്ടി രൂപയോട് പറയുക. അപ്പോൾ ഒപ്പിടാൻ രൂപ പേപ്പർ മേടിച്ചത് ഒരു പോസ്റ്റ് ഉണ്ടേ എന്നും. അപ്പോൾ രൂപ എഴുന്നേറ്റ് പോയി പോസ്റ്റ്മാനോട് അത് ഒപ്പിട്ട് മേടിച്ചതിന് ശേഷം എന്താ ഇത് എന്ന് ചോദിക്കുകയാണ്. ഒരു സ്റ്റേ ഓർഡറാണ് വക്കീൽ ഓഫീസിൽ നിന്നാണ് വന്നിരിക്കുന്നത് മാഡം എന്നും പറഞ്ഞിട്ട് അയാൾ പോയി. എന്താ നോക്കട്ടെ എന്നും പറഞ്ഞു വക്കീൽ അത് മേടിച്ച് വായിച്ചത് വക്കീൽ ഞെട്ടിപ്പോയി. എന്തു പറ്റി സാർ എന്നും രൂപയും രാഹുലൊക്കെ ചോദിക്കുക. അമ്മയുടെ സ്വത്തുക്കൾ വിൽക്കാൻ പാടില്ല എന്നും അതിൽ മക്കൾക്ക് അവകാശമുണ്ടെന്നും പറഞ്ഞ് കോടതിയിൽ നിന്നും സ്റ്റേ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേ ഓർഡർ ഇത്. അത് കേട്ടതും എല്ലാവരും ഞെട്ടി. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക പ്രേക്ഷകരെ. ഇനി വരാൻ പോകുന്നത് വമ്പൻ ട്വിസ്റ്റാണ്. അതെ, രൂപയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ നോക്കിയ രാഹുലിൻ്റെ ഇടിവെട്ട് പണി കിട്ടുന്ന അടിപൊളി ട്വിസ്റ്റ്. അപ്പോൾ ആരും മിസ് ചെയ്യാതെ തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.